ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ മലയാളം ഓണപരീക്ഷയുടെ ഒരു മോഡലായിട്ടുള്ള ഒരു 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. നമ്മൾ ഓൾറെഡി മൂന്നാം ക്ലാസ്സിലെ മലയാളമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അതുപോലെ താഴെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ടുള്ളതാണ് ശരിയുത്തരം തിരഞ്ഞെടുക്കുക എന്നത്. അതായത് നിങ്ങൾക്ക് കുറച്ച് പാരഗ്രാഫ് തന്നിട്ട് അത് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. കൂടെ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിയുത്തരം തിരഞ്ഞെടുക്കാമെന്നത് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാമത്തേത്, രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ കാക്കിരി പൂക്കിരി എന്ന കവിത ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പാഠമാണ് കാക്കിരി പൂക്കിരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പാഠഭാഗം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ഈച്ചയും പൂച്ചയും, ഓപ്ഷൻ ബി തൂവൽ, ഓപ്ഷൻ സി പാത്തുമ്മയുടെ ആട്, ഓപ്ഷൻ ഡി പുഷ്പവാടി. ഏതാണ്? കാക്കിരി പൂക്കിരി എടുത്തിട്ടുള്ളത് തൂവൽ എന്ന് പറയുന്ന കൃതിയിൽ നിന്നതാണ്. അപ്പോൾ ഉത്തരം തൂവൽ. രണ്ടാമത്തേത്, കുമാരനാശാൻ്റെ ഒളിച്ചുകളി എന്ന കവിതയിലെ വരികൾ ശ്രദ്ധിക്കൂ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ. അതായത് തരുക്കൾ എന്നതിൻ്റെ അടിവര ഇട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. തൻ്റെ ശാഖകൾ, അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. അപ്പോൾ അടിവര ഇട്ടിട്ടുള്ള പദം തരുക്കൾ എന്നതാണ്. ഓപ്ഷൻ എ ചില്ല, മരം, ഭൂമി, മാങ്ങ. ഏതാണ്? തരുക്കൾ എന്ന് പറയുന്നത് നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്, മരം എന്നതാണ്. അപ്പോൾ തരുക്കളുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുക, മരം. ഇനി അടുത്ത ചോദ്യം, ഒരു കടങ്കഥ കേട്ടാലോ? പച്ചയിൽ പുളി, പഴുത്താൽ മധുരം, പഴങ്ങളുടെ രാജാവ് ഞാനാരെന്ന് പറയാമോ? ഓപ്ഷൻ ഓറഞ്ച്, മുന്തിരി, പുളി, മാങ്ങ. അതായത് പച്ചയിലുണ്ടാകും, അപ്പോൾ അത് പുളിയായിരിക്കും. പഴുത്തിട്ടുണ്ടെങ്കിൽ മധുരമായിരിക്കും. ഏതാണ്? നമുക്കറിയാം, പഴങ്ങളുടെ രാജാവ് എന്നൊക്കെ പറയുന്നത് ആരെയാണ്? മാങ്ങയാണ്. അപ്പോൾ ഉത്തരം മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം മാങ്ങ എന്ന് എഴുതാം. അടുത്തത്, താഴെ പറയുന്നവയിൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കലാരൂപം ഏത്? പടയണി, കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്. ഏതാണ്? കുഞ്ചൻ നമ്പ്യാർ നൽകിയിട്ടുള്ള കലാരൂപം എന്ന് പറയുന്നത് ഓട്ടംതുള്ളലാണ്. അപ്പോൾ അതെഴുതാം. അടുത്തത് പഴഞ്ചൊല്ലാണ്. പയ്യെ തിന്നാൽ പനിയും തിന്നാം. ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതെന്താണ്? നമ്മളെല്ലാവരും വളരെ സുപരിചിതമായിട്ട് കേട്ടിട്ടുള്ളതാണ്. പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയുന്നത്. ധൃതിയോ തിരുക്കുമോ ഇല്ലാതെ സാവകാശം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഈ പഴഞ്ചൊല്ല് നമ്മോട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ എന്തും സാവകാശം ധൃതിയെടുക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഈ പഴഞ്ചൊല്ല് പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം കൂട്ടുകാർ വായിച്ചല്ലോ. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എഴുതാമോ? അപ്പോൾ ഞാനിവിടെ താഴെ ഒരു പഴഞ്ചൊല്ല് കൊടുത്തിട്ടുണ്ട്. എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം. അപ്പോൾ ഈ ഒരു പഴഞ്ചൊല്ലിന് നിങ്ങൾ ഇതുപോലുള്ള ഒരു ആശയം, ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു ജോലി ചെയ്യുമ്പോൾ അത് കൃത്യമായി ചെയ്യണം, പക്ഷേ അതിൻ്റെ ഫലം പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭാഷണം എഴുതാൻ, ഡയറി, പാചകക്കുറിപ്പ്, അതുപോലെ തന്നെ ഈ പഴഞ്ചൊല്ലുകളുടെ അർത്ഥം എഴുതാൻ, ആശയം എഴുതാൻ, അതുപോലെ ഒരു ഭാഗം തന്നിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അതിനോടനുബന്ധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ പാഠങ്ങളെല്ലാം നന്നായി തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, കഥ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.